വന്നിരിക്കുന്നത് വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാരാപ്പുഴ ഡാമിലാണ്. അപ്പോൾ ഇന്നിവിടെ ഒരു വയനാട് ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിലെത്തിയിട്ട് കാഴ്ചകളാണ്. 20 വലിയൊരു 50 ഗൈസ്. അപ്പോൾ ഉള്ളിലോട്ട് കയറാനുള്ള പൈസ വലിയവർക്ക് 50, കുട്ടികൾക്ക് 20 രൂപയാണ്. എങ്ങനെയുണ്ട് ഇവിടെ സ്ഥലം? എങ്ങനെയുണ്ട് സ്ഥലം? നല്ല സ്ഥലം. നമുക്ക് സിബ്ലിന് കയറണ്ടേ? എനിക്ക് കയറാൻ പറ്റൂലല്ലോ. കുഴപ്പമില്ല. ഈ വേറെ റൈഡ് കയറൂലേ? ഇല്ല, നമുക്ക് സിബ് ലൈനിൽ കയറണം. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. എനിക്ക് അതിനുള്ള വെയിറ്റ് ഇല്ലല്ലോ. അത് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കയറാം. ആണ് ഇവിടുത്തെ സിബ് ലൈനിന്റെ പ്രത്യേകത എന്താ പറയുക? എനിക്ക് വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ സിബ് ലൈൻ ഇവിടെ, കേരളത്തിൽ തന്നെ. അങ്ങ് കയറണോ? എനിക്ക് എന്താ വേണ്ട ഇവിടുന്ന്? ആണ് അങ്ങ് മേടിച്ചോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ? നമുക്ക് ഏത് റൈഡിലോ കയറാം. ആദ്യം റൈഡായിട്ട് ഇവിടെ കാണുന്നല്ലോ. റൈഡ് അങ്ങോട്ടുണ്ട്, നമുക്ക് കേറട്ടോ. അതിന് വൈത്തിരി പാർക്കിൽ നിന്ന് കയറി വെക്കുന്നത്. അതാ ആ പൊന്തി താവുന്ന സാധനല്ലേ. നമുക്ക് എവിടെ പോവാ? എങ്ങോട്ടാ പോവാ? അങ്ങ് ഇഷ്ടപ്പെട്ടൊരു റൈഡിൽ നമുക്ക് കയറാം. അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് ഏതാ? അവിടെ എത്തിയിട്ട് നോക്കാം നമുക്ക്. ശരിയായി നമ്മൾ ഇങ്ങനെ പറഞ്ഞു വയ്ക്കാൻ ഒരു രസം ഉണ്ടാവില്ല. ഞാൻ ക്യാമറനോട് ഫേസ് ചെയ്ത് പറഞ്ഞാലേ രസം ഉണ്ടാവും. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് എൻട്രി ഒക്കെ എടുത്തു. ഇതാ ഡാമിന്റെ അടുത്തേക്ക് പോകണം. അപ്പൊ അത് അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു ഇതുണ്ട്. ഈ കാരാപ്പുഴ ഡാമിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സിബ് ലൈൻ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അപ്പൊ നമുക്ക് എന്തായാലും അതിൽ കയറണം. റൈഡ്സ് ഒക്കെ ഉള്ള ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് റൈഡിൽ കയറാം. നോക്കുകയാണെങ്കിൽ ഇവിടെ കുറെ റൈഡ്സ് ഉണ്ട്. ഇതിൽ കയറണോ? ഇത് കുട്ടിയോ അല്ലേ? ഈ വരിക്കോട്ടെ. അപ്പൊ ഷൻസക്ക് അപ്പൊ ഷൻസക്ക് ഈ റൈഡ് കയറണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളത് ചെയ്യാൻ പോണേ. ഇല്ലടി, ഞാൻ ഉദ്ദേശിച്ച റൈഡൊന്നുമില്ല. ഞാൻ ഇതില് കയറിയതാ. അപ്പൊ ഷൻസക്ക് ഇതില് കയറണം എന്ന് പറഞ്ഞപ്പോ നമ്മള് കയറാണ്. ഇല്ലല്ല, ഈ കേറിയാ മതി. ഓക്കെ, ഷൻജ കയറാൻ പോണ് ഗൈസ്. ഷൻജ മുകളിലോട്ട് നടക്കാണ്. നടന്നോ. ഷൻജ കയറി പോകുന്നുണ്ട് ഗൈസ്. പേടിയുണ്ടോ ഷൻജ? പിന്നെ പോയി ഒന്ന് ഷന്ത വീണ്ടും മോളോട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഷന്ത ഇവിടെ ഇറങ്ങാൻ പോവാണെന്നാണ് കേൾക്ക. ചെറുതല്ലേ? അല്ല, ഇതിന് വയസ്സുണ്ട്. ഇത്
ജീപ്പിലേക്ക് പോയാലോ? ഇതിങ്ങനെ കറങ്ങുള്ളൂ. കരയല്ലേ പ്ലീസ്. വരുന്ന സത്യത്തില് അപ്പൊ സഞ്ജയ്ക്ക് ഈ റൈഡ് കയറണം എന്ന് പറഞ്ഞു. സുഖ പേടിയായോണ്ട് ഞാനും കയറണം എന്നാണ് പറയണേ. കേറുന്നുണ്ടോ? കേറിക്കൊന്നോ സഞ്ജ കേറി. ഞാനില്ല ഈ പോയിക്കോ ഞാൻ പുറത്തേക്കാം. അവിടെ കൊടുക്കണം. ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ. ഓളടുത്തിരുന്നോ? 2 സീറ്റിലിരുന്നോ? ഫുള്ളാ? ഇല്ലടാ അതാക്കണേ. അതറാ ഡബിൾ സീറ്റ് അതറാ റെഡ്. അപ്പൊ ഗൈസ് നമ്മള് ഡാമെത്താനായിട്ടുണ്ട്. നമ്മള് ഡാമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഡാം എത്തിയിട്ടുണ്ട്. അപ്പൊ ഉമ്മച്ചിയും പെട്ട് അപ്പൊ നമ്മള് ഡാം നല്ല രസം കേട്ടോ. വലിയ സോറി അപ്പം നമ്മളെ ഡാം കേട്ടോ. നമ്മളെ ഡാം ഇത് ഇവിടേക്ക് പറയാം. അപ്പൊ നമ്മള്
ഡാമൊക്കെ എത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഡാമിന്റെ അങ്ങോട്ട് പോയി നോക്ക്. ഡാമിന്റെ അവിടെ ആട്ടോ നമ്മളിപ്പോ ഉള്ളേ. നല്ല രസമുണ്ട് കേട്ടോ ഡാം കാണാന്. പിന്നെ അവിടെ കുറെ റൈഡൊക്കെ ഇനി പറയാം. എനിക്ക് പോകും മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ എന്റെ മുഖത്ത് തന്നെ നോക്കുക. അങ്ങോട്ട് വരുമ്പോൾ കളയാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരും രാവിലെ ഫേമസ് ആയോണ്ട് അവിടുന്ന് എന്താ പുക വേണം? എന്താ കോടയാണ്? കോടയത് അതോ പുകയാണ്? അപ്പം അങ്ങനെ അപ്പം നമ്മുടെ വാവന് മുന്നിൽ ഓടിയിട്ടുണ്ട്. അതെ, ഞാനൊന്ന് ഓടിച്ചു തരാം. അപ്പൊ ഗൈസ് അവിടെ നമ്മളെ കുറെ റൈഡ്സ് ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാന്. പിന്നെ ഇവിടെ മറ്റേ ഫെസ്റ്റാണ് കേട്ടോ. അപ്പൊ നമ്മളെ ഡാമാണിത്. നമ്മളിപ്പോൾ ഉള്ളത് മറ്റേ വയനാട് നല്ല ലോങ് ഉണ്ടല്ലേ അല്ല പറയുന്നത്. ഈ അവിടെ പോയിരുന്നത് റബില അതതിലുള്ള പോയിരുന്ന ഇവിടെ വെറും വെയിലാട്ടോ. ഭയങ്കര വെയിലാണ്. അപ്പൊ നമുക്ക് തണുപ്പുള്ള എന്തെങ്കിലും അകത്തേറ്റിട്ട് പറ്റിക്കാം. ഞാൻ പറയുമ്പോ അവിടെ കുറെ ഷേപ്പിൽ കുറെ ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് കേറി പോണ്. ഇപ്പൊ ഗൈസ് നമ്മള് അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഇവിടെ നല്ല ഗാർഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ ഇവിടെ ഒക്കെ നല്ല രസം കിട്ടോ. ഇതാ ഓരോ ഗാർഡനും കൊണ്ട് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നേ. പിന്നെ അതാ അവിടെയും കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. അവിടെയും കുറെ സാധനങ്ങളുണ്ട് കേട്ടോ ഗൈസ്. അവിടെയും കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് മുകളിലോട്ട് നടന്നു പോവാണ്. ഇവിടെ ഭയങ്കര വെയിലാണ്. മുകളിലോട്ട് നടന്നു പോകുമ്പോഴും ഇവിടെ കുറേ ഇതുണ്ട് കേട്ടോ, ഫ്ലവേഴ്സൊക്കെ. അപ്പം ഇവിടെ ഭയങ്കര ചൂടായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം കേട്ടോ, തണുപ്പുള്ളത്. അപ്പം നമുക്ക് മേലെത്തിയിട്ട് കഴിക്കാം കേട്ടോ.
താഴെയും കുറെ ഫ്ലവർ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ കുറെ റൈഡ്സ് ഉണ്ട്. പിന്നെ അവിടെ ബുഷും കൊണ്ട് ഇങ്ങനത്തെ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഈ ഇതൊരു റോസ് ഗാർഡനാണ്. പലതരം റോസുണ്ട്, പലതരം കളറുള്ള റോസാട്ടോ. ഇവിടെയുണ്ട് കുറെ, ഇവിടെയുണ്ട്. പിന്നെ അവിടെ ഒരു ബുഷും കൊണ്ട് കുറെ ഡിസൈനൊക്കെ ചെയ്തിട്ട് റോസ് ഗാർഡൻ നോക്കിക്കുന്നേ. നാളെ നോക്കാം ഉള്ളു. ഇവിടെ ഫുള്ള് ഫ്ലവേഴ്സ് ആട്ടോ. അപ്പൊ നമുക്കിനി മുകളിൽ പോവാം. ഇത് വയനാട് കാരാപ്പുഴ ഡാമാണ്. ഇവിടെ ഫെസ്റ്റ് എടുക്കാണ്. അതുകൊണ്ട് ഇവിടെ നല്ല പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടേക്കൊന്ന് പോയോക്കോ. സ്റ്റേജിന്റെ അവിടേക്ക് ഭയങ്കര വെയിലാ. നമ്മള് പരിപാടി എടുക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. നമ്മള് പരിപാടി എടുക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. നമ്മള് ഇങ്ങനെ കാണും. കേട്ടണോ? അന്ന് നല്ലോണം പറയും. ഞാനും കയറും കൂടെ. നമുക്ക് അങ്ങോട്ട് പോവാം. ശിവ ശിവ ദിവജിടം നിറയില പാടിതാടി കുടിലാടി മകിനി കണ്ണാടി ഭാഗമായിട്ടാണ് ഫെസ്റ്റിന്റെ കുറെ പരിപാടികളുണ്ട്. രാത്രി ആയിട്ടുണ്ടാവുക. നമുക്ക് എന്തെങ്കിലും നിങ്ങളെ ജോലി ചെയ്തവരല്ലേ, ജോലി ചെയ്തവര് ടേസ്റ്റ് ചെയ്തോളൂ. നല്ല രസമുള്ള തേനാണ്.
കിട്ടിയോ? ഇതല്ലേ പറയുന്നത്? ഇതാണ് കേട്ടോ സ്ട്രോബെറി. തളർന്നു വിടും.